പക്ഷെ പരാജയപ്പെടാത്ത ഒന്നുണ്ട് കേട്ടോ. അത് കേരളത്തിലെ ചെറുപ്പക്കാരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ഒക്കെ ഒരു ഉറച്ച തീരുമാനമാണ്. ഡ്രഗ്സിനെതിരെ, ലഹരിക്കെതിരെയുള്ള അവരുടെ പോരാട്ടം ശക്തമാണ്. സ്കൗട്ട് ആൻഡ് ഗെയിംസിലെ വിദ്യാർത്ഥികൾ നമുക്കൊപ്പമുണ്ട്. PTM ഹയർ സെക്കൻഡറി സ്കൂൾ കൊടിയത്തൂർ അല്ലേ മാഷേ? എത്ര കുട്ടികളുണ്ട് നമ്മുടെ സ്കൗട്ട്സിൽ നമ്മുടെ വിദ്യാലയത്തിൽ ഏകദേശം 300ഓളം കുട്ടികളുണ്ട്. 10 യൂണിറ്റുകളുണ്ട് കേരളത്തിൽ. ഒരു ദ്വിദിന സഹവാസ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇത്. കുട്ടികൾക്ക് വലിയ താല്പര്യമാണോ? തീർച്ചയായും വലിയ താല്പര്യമാണ്. ഓക്കെ, സ്കൗട്ട്സിലൊക്കെ പങ്കെടുക്കാൻ താല്പര്യമാണോ? നല്ല താല്പര്യമാണ്. ഈ ഡ്രഗ്സ് ഒക്കെ ഈ ഉപയോഗിക്കുന്ന കുട്ടികളെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ അടുത്ത് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഡ്രഗ്സ് ഉപയോഗിക്കില്ലല്ലോ, ഉപയോഗിക്കരുത് അല്ലേ? ഓക്കെ, ഹലോ, ഗുഡ് മോർണിംഗ്. എന്താ പേര്? അഭിനവ്. അഭിനവാണോ മിമിക്രി ആർട്ടിസ്റ്റ്? അതാണ് ആരോ പറഞ്ഞു അഭിനവ് ഒരു മിമിക്രി ആർട്ടിസ്റ്റ്. അത് ഇത് നിങ്ങൾ ട്വിൻസ് ആണോ? അതാണ്. അത് ശരി, വെരി ഗുഡ്. അപ്പോൾ അഭിനവ്, ഇത് അഭിനവ്, ഇത് അഭിനവും അഭിനന്ദുമാണ് നമുക്കിപ്പോൾ ഉള്ളത്. രണ്ടുപേരും കൊടിയത്തൂർ സ്കൂളിലാണോ? PTM ഹയർ സെക്കൻഡറി സ്കൂളിൽ. ഏത് ക്ലാസ്? 9ാം ക്ലാസ്. രണ്ടുപേരും 9ാം ക്ലാസ്. ഇതിലാരാ നന്നായിട്ട് പഠിക്കുന്നത്? അഭിനവാണോ അഭിനന്ദാണോ പഠിക്കുന്നത്? ഞാനാണ് കേട്ടോ. ആണോ? അവിടെയാണോ നന്നായിട്ട് പഠിക്കുന്നത്? അത് ഞാനാട്ടോ പഠിക്കുന്നത്, ഞാനാണ് എന്നുള്ളതാണ്. നിങ്ങൾ തമ്മിൽ അടി ഉണ്ടാവാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് അടി ഉണ്ടാവാറുണ്ട് അല്ലേ? എന്തിനാണ് അടി ഉണ്ടാവാറുള്ളത്? എന്താണ് ഇവന്റെ കുറുമ്പെന്താ? ഇത് അഭിനന്ദല്ലേ? ഇത് അഭിനന്ദന്റെ കുറുമ്പെന്താ ഉള്ളത്? ഏറ്റവും കൂടുതൽ അഭിനന്ദൻ ഇങ്ങനെ പോക്ക് ചെയ്യുന്നത് എന്തിനാ? ചൊറിയൂലേ നമ്മളെ? എന്താണ്, എങ്ങനെയാണ്? ഇങ്ങനെ വെറുപ്പിക്കും അല്ലേ? ഇദ്ദേഹം എങ്ങനെ വെറുപ്പിക്കുന്നതിൽ മുൻപിലാണോ പിന്നിലാണോ? മുമ്പിലാണ് അല്ലേ? ഇവനും വെറുപ്പിക്കും എന്നുള്ളതാ, പാവങ്ങൾ അല്ലേ? അപ്പോൾ നിങ്ങളുടെ പേരൻസ് ഒക്കെ എന്ത് ചെയ്യുന്നു? പേരൻസ് ഇവിടെ ഉണ്ടോ? സിനി ആർട്ടിസ്റ്റ് ആണ്, ബാലകൃഷ്ണൻ, കാരശ്ശേരിയാണ്. അത്ഭുത ദ്വീപിലൊക്കെ അഭിനയിച്ച് ഇവരെ പോലെ തന്നെയുള്ള ഈ. അപ്പോൾ രണ്ട് മിമിക്രി ആർട്ടിസ്റ്റ്, രണ്ടുപേരും മിമിക്രി ചെയ്യുമോ? അല്ല, ആരാണ് ചെയ്യുന്നത്? അഭിനവാണ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. അപ്പം ഏതാണ് നമ്മൾ ചെയ്യാൻ പോണേ ഇപ്പോൾ? നായന്റെ എടുക്കാം അല്ലേ? ഓക്കെ, പൊളിച്ചു. അപ്പോൾ നമുക്ക് ചെയ്താലോ? ഓക്കെ, ശരി. ആദ്യമായിട്ട് പണക്കാരന്റെ വീട്ടിലെ പട്ടിയാണ്. പണക്കാരന്റെ വീട്ടിലെ പട്ടി, അത് കൊള്ളാലോ. അടുത്തതായി പാവപ്പെട്ടവന്റെ വീട്ടിലെ പട്ടിയാണ്. അത് കൊള്ളാം കേട്ടോ. പാവപ്പെട്ടവരുടെ വീട്ടിലെ പട്ടിയാണെങ്കിൽ പാവപ്പെട്ടവരുടെ വീട്ടിലെ പട്ടിയാണെങ്കിൽ അല്ലേ? അപ്പോൾ അതാണ് അഭിനവും അഭിനന്ദുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കലാകാരന്മാർ നമുക്കിപ്പോൾ ഉണ്ട്. സ്കൗട്ട് ആൻഡ് ഗെയിംസിലുണ്ടോ? ഇല്ല, ആർട്ടിസ്റ്റുകളാണ് അല്ലേ? അപ്പോൾ മോൻ എന്താ ആവാനാണ് ആഗ്രഹം അഭിനന്ദന് ഭാവിയിൽ? അങ്ങനെയൊന്നുമില്ല. പഠിക്കാൻ ഇഷ്ടമാണോ? ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഏതാ? മാത്സ് ആണ് ഇഷ്ടം കേട്ടോ. ബ്രെയിൻ പവർ. മോൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏതാ? മാത്സ് ആണ്. ഇതിങ്ങനെ സംഭവിക്കൂ? ട്വിൻസ് ആണെങ്കിൽ ഒരേ വിഷയം തന്നെ ഇഷ്ടം അല്ലേ? ഓക്കെ, രണ്ടുപേർക്കും മാത്സ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു, കൺഗ്രാറ്റുലേഷൻസ് അഭിനവ്. ഗംഭീരമായിരുന്നു കേട്ടോ പ്രകടനം. അച്ഛനെ അന്വേഷിച്ചായിട്ട് പറയണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടിയത്തൂരിലെ PTM ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൽ പങ്കെടുക്കുന്ന കുട്ടികളാണ്. ആരാണ്? NNMS എന്ന് പറയുന്നത് എന്താണ്? NNMS മെറിറ്റ് സ്കോളർഷിപ്പ് ആണോ? മിടുക്കിയാണോ? എൻ്റെ പേര് നഷ്മ മണിമുണ്ടി. അപ്പം നിങ്ങളുടെ സ്കൂളിൽ ഒരാൾക്കാണ് കിട്ടിയത്? ഫസ്റ്റ് റാങ്ക് ആണ്. NMMSന്റെ ഫസ്റ്റ് റാങ്ക് ആണോ? കേരളത്തിലെ ഫസ്റ്റ് റാങ്ക് ആണ്. എന്തൊക്കെയാണ് ചോദ്യങ്ങളുണ്ടായിരുന്നത്? അപ്പോൾ മെറിറ്റ് സ്കോളർഷിപ്പ്, നാഷണൽ മെറിറ്റ് സ്കോളർഷിപ്പിൽ 1ാം റാങ്ക് കിട്ടിയ കുട്ടിയെ കാണോ? ദാ ഈ കുട്ടിയാണ്. പേരെന്താ മോളുടെ? നഷ്മ മണിമുണ്ടയിലാണ് 1ാം റാങ്ക് അടിച്ചു മാറ്റിയത് അല്ലേ? അപ്പോൾ എന്തൊക്കെയായിരുന്നു ചോദ്യങ്ങൾ? സാറ്റ് ഉണ്ടായിരുന്നു, മാറ്റ് ഉണ്ടായിരുന്നു. സാറ്റിൽ മെന്റൽ എബിലിറ്റി ആണുള്ളത്, മാറ്റിൽ മെന്റൽ എബിലിറ്റി ആണുള്ളത്. സാറ്റിൽ നമ്മളെ സബ്ജക്റ്റീവ് നോളജ് ആണ് ടെസ്റ്റ് ചെയ്തത്. ഏത് സബ്ജക്റ്റീവ് നോളജാണ് ടെസ്റ്റ് ചെയ്തത്? മാത്സ് ഉണ്ടാവും, അതുപോലെ തന്നെ സയൻസ്, സോഷ്യൽ എല്ലാം. സോഷ്യൽ എന്താ ചോദിച്ചത്? സോഷ്യൽ നമ്മളെ ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. എന്താ ചോദിച്ചത് ഭരണഘടനയെ കുറിച്ച്? കോൺസ്റ്റിറ്റ്യൂഷൻ, ഇപ്പോൾ അതിലുള്ള റൂൾസ്, നമ്മളെ റൈറ്റ്സിനെ കുറിച്ച് ചോദിച്ചോ? ആർട്ടിക്കിളിനെ കുറിച്ച് ചോദിച്ചോ? ആർട്ടിക്കിൾസ് 2-3 ചോദ്യങ്ങൾ ചോദിച്ചു. ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചൊക്കെ ചോദിച്ചോ? ഒരു ഫണ്ടമെന്റൽ റൈറ്റ് പറയാമോ? റൈറ്റ് ടു എഡ്യൂക്കേഷൻ. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഏത് ആർട്ടിക്കിൾ എന്ന് പറയാമോ? ആർട്ടിക്കിൾ ഐ തിങ്ക് 19. No, Article 21A. Right to life with a personal liberty.
no person shall be deprived of his life or liberty except according to the procedure established by law. That is Article 21. Article 21A, right to education. So it is Article 21 from, students up to 14 of age. Yes, exactly. That is Article 21A. Right. അതാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇതെങ്ങനെ അങ്കിൾ പഠിച്ചു എന്നല്ലേ? അങ്കിൾ കുറേ കാലം പഠിപ്പിച്ചുകൊണ്ടിരുന്നതാ, അതുകൊണ്ട് ഇതൊക്കെ കാണാൻ പാടാ. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഗുഡ്. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ ഓക്കെ മോനെ, ഗംഭീരം. അപ്പോൾ എത്ര കുട്ടികൾ? 300 കുട്ടികൾ ഉണ്ട്. ഇതിലിപ്പോൾ വന്നത് പിന്നെ 80 സ്റ്റുഡൻസ് ഉള്ളൂ. അവരിപ്പോൾ 8th സ്റ്റുഡൻസ് മാത്രമാണ്. സ്കൗട്ട് ആൻഡ് ഗൈഡിലെ 8th സ്റ്റുഡൻസ് ആണ്. ഇനി 9th 10th സ്റ്റുഡൻസ് വേറെ ഉണ്ട്. നമ്മൾ സ്കൂളിൽ മാക്സിമം കുട്ടികളെ ഇത്തരം അതർ ആക്ടിവിറ്റീസിൽ കൂടെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടി സ്കൗട്ട് ആൻഡ് ഗൈഡ് മാതൃകാപരമായ ഒരു കാര്യമാണ്. അപ്പോൾ ദാറ്റ്സ് ഗുഡ് ടീച്ചേഴ്സ്. ഇപ്പോൾ നിങ്ങളും സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ ടീച്ചേഴ്സ് ആണ് അല്ലേ? വളരെ ആക്റ്റീവ് ആണോ? ആക്റ്റീവ് ആണ്. അപ്പോൾ കൊടിയത്തൂരിലെ സ്കൂളിലെ കുട്ടികളും ഡ്രഗ്സിനെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കുട്ടികളൊക്കെ ഒരുപാട് ഈ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അവരെ അതിൽ നിന്ന് മാറ്റാൻ എന്താ വഴി ടീച്ചർ? അവരെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയിലേക്ക് എൻഗേജ് ചെയ്യിപ്പിക്കുക. ഇവർ ഒരു 1 month ആയിട്ട് നമ്മൾ പോഡ്കാസ്റ്റ് ടീമാണ് സ്കൂളിൽ. ആണോ? പോഡ്കാസ്റ്റ് ടീമാണോ? എന്താ ചെയ്യുന്നത് ഇവർ ഇപ്പോൾ ലഹരിക്കെതിരെയുള്ള ഒരു പോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്താണ് അതിൽ എന്തെങ്കിലും കാണാതറിയാമോ? ലഹരിക്കെതിരെയുള്ള പോഡ്കാസ്റ്റ്. ലഹരിക്കെതിരെ നമ്മൾ ഓരോരോ പോയിന്റ്സ് പഠിച്ച് അതിനെതിരെ ഒരു പോയിന്റ്സ് പറഞ്ഞേ. ഇങ്ങനെ ഈ ലഹരി എന്തുകൊണ്ട് കൂടുന്നു എന്നുള്ളൊരു തരത്തിൽ നമ്മൾ നോക്കല്ലോ. അപ്പോൾ ഈ ലഹരി കൂടാൻ കാരണം നമ്മളെ ജീവിതത്തിൽ വേറൊരു എയിമും ഇല്ലാതാവുമ്പോൾ നമ്മൾ അതിന് വേണ്ടി വേറൊരു ലക്ഷ്യബോധം ഇല്ലാതാവുമ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ അതൊന്ന് ശ്രമിച്ചു നോക്കാന്നുള്ള ഒരാൾക്ക് അതപ്പോൾ ലക്ഷ്യമുള്ള മനുഷ്യർക്ക് ലഹരി വേണ്ട ആവശ്യമില്ല. ലക്ഷ്യമാണ് അവരുടെ ലഹരി എന്ന് പറയുന്നത്. ലക്ഷ്യമില്ലാതാകുമ്പോൾ നിങ്ങൾ ലഹരിയിൽ അഭയം തേടുന്നു. സോ വെരി ഗുഡ്. അപ്പോൾ കൊടിയത്തൂരിലെ സ്കൂൾ ടീമിന് എല്ലാവിധ അഭിവാദ്യങ്ങളും. അപ്പോൾ അഭിനവ് സൂപ്പർ, എക്സലന്റ്. അപ്പോൾ ഗംഭീരമാവട്ടെ. അപ്പോൾ ഇത് സ്കൂളിലെ എക്സ്ട്രാ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ വോളണ്ടിയേഴ്സ്, HPC, ലിറ്റിൽ കൈറ്റ് ഇങ്ങനെയുള്ള എല്ലാ കുട്ടികളെയും നമ്മൾ എല്ലാ ആക്ടിവിറ്റീസിലും എൻഗേജ് ചെയ്യിപ്പിക്കുന്നുണ്ട്. യെസ്, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ജാഗ്രതാ സമിതി, കാലിക്കറ്റ് ജില്ലയിൽ നമ്മളെല്ലാ സ്കൂളുകളിലും സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് ജാഗ്രതാ സമിതി. അതും ഇതേപോലെ ലഹരി, അതേപോലെ കുട്ടികൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷനായിട്ട് മീറ്റിങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ വളരെ ജാഗ്രതയോട് കൂടി എനിക്ക് തോന്നുന്നു ഇതെല്ലാ സ്കൂളുകളും അങ്ങനെ തന്നെ ആവണം. അങ്ങനെ തന്നെയാണ് പല സ്കൂളുകളും. ആ കൃത്യമായ ജാഗ്രതയോട് കൂടി തന്നെയാണ് കുട്ടികളെ വിവിധ വിഷയങ്ങളിൽ ഓറിയൻറ്റഡ് ആക്കുക എന്നുള്ളതാണ്, വിവിധ താല്പര്യങ്ങൾ ലെവലുണ്ടാക്കുക എന്നുള്ളതാണ്. സോ താങ്ക് യു ഓൾ ദി ബെസ്റ്റ് ഓൾ ഓഫ് യു. അപ്പം നമ്മുടെ ഈ ലഹരി വിരുദ്ധ പരിപാടിയിൽ ഒരൊറ്റ കാര്യം കൂടി, നമ്മുടെ ഒരു ടാഗ് ലൈൻ ഉണ്ട്, അത് നമ്മൾ ഇവരെ ഒന്ന് പറയിപ്പിച്ചിട്ട് പോകാം. ലഹരിയും വേണ്ട, ലഹളയും വേണ്ട എന്നുള്ളതാണ് നമ്മുടെ ടാഗ് ലൈൻ. ഉറക്കെ പറയാവോ? കേരളം മുഴുവൻ കേൾക്കണം. അപ്പോൾ നമ്മുടെ ടാഗ് ലഹരിയും വേണ്ട, ലഹളയും വേണ്ട. റെഡി? 1 2 3. ലഹരിയും വേണ്ട, ലഹളയും വേണ്ട.